പ്രിയമുള്ളവരെ, നമസ്കാരം. അപ്രതീക്ഷിതമായി ഇന്ന് വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടി. ഇത്തിരി ദൂരെ നിന്നാണെങ്കിലും രണ്ട് കുഞ്ഞു ചിരികൾ പരസ്പരം കൈമാറി ഞങ്ങളാ പോയ കാലത്തിൻ്റെ ഓർമ്മ പുതുക്കി. എവിടെയോ വായിച്ചതോർക്കുന്നു, ചില ദിവസത്തെ സന്തോഷങ്ങൾ ചില മനുഷ്യരാണെന്ന്. അതെ, ആ മനുഷ്യനെ കണ്ടുമുട്ടിയ സന്തോഷം ഇന്നത്തെ ദിവസം മുഴുവൻ നീണ്ടു നിന്നേക്കാം, ഒരുപക്ഷെ ദിനങ്ങളോളം. ശരിയല്ല പറഞ്ഞത്? ചില മനുഷ്യരെ കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണാനുള്ള ആഗ്രഹം. എന്താണ് ആ മാജിക്? ഒന്നുമില്ല. ആ മനുഷ്യർ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും സ്നേഹം കൊണ്ടും അനുകമ്പ കൊണ്ടും ദയാവായ്പ് കൊണ്ടും ഒരു വടവൃക്ഷമായി മാറി എന്നുള്ളതാണ്. അവരിൽ നിന്നും നമുക്ക് തണൽ ലഭിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ ആദരിക്കാൻ പഠിക്കലാണ്, അതൊരു പരിശീലനമാണ്. എന്നാൽ മറ്റു മനുഷ്യരോടുള്ള പെരുമാറ്റം അത് അവനിൽ അന്തർലീനമായ അവൻ്റെ സ്വഭാവ സവിശേഷതയാണ്, ഒരു മഹാസൗഭാഗ്യമാണ്. സഹജീവികൾ ഇഷ്ടപ്പെടുന്നവരായിത്തീരുക, സഹജീവികൾക്ക് തണൽ വിരിച്ചു കൊടുക്കുക, സ്നേഹം കൊണ്ട്, പരിഗണന കൊണ്ട്, അനുകമ്പ കൊണ്ട്, ദയാവായ്പ് കൊണ്ട്. ഈ ലോകം അത് ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്, നമ്മുടെ തൊട്ടരികത്തുണ്ട്. ഇതൊക്കെയും ആഗ്രഹിക്കുന്ന പച്ചയായ മനുഷ്യർ. അവരെ കാണുക, അവരെ കേൾക്കുക. തീർച്ചയായും നമ്മൾ എന്നും എപ്പോഴും അവർക്ക് വേണ്ടപ്പെട്ടവരാകും. അവരുടെ പ്രാർത്ഥനകളിൽ നമ്മളുണ്ടാവും. നമ്മളുടെ കാഴ്ച അവർക്ക് ആനന്ദം നൽകും, സന്തോഷം നൽകും. നമ്മുടെ പേര് കേൾക്കുമ്പോൾ അവർ കാണാൻ ആഗ്രഹിക്കും. എന്തൊരു സൗഭാഗ്യമാണത്! ഒരു മനുഷ്യന് ലഭിക്കുന്ന വല്ലാത്ത ജന്മനിയോഗമാണത്. ഇത്തരം മനുഷ്യർ ഒന്നും ആഗ്രഹിക്കുന്നില്ല, ഭൗതികമായി ഒന്നും അവർ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ സഹജീവികളോട് കാരുണ്യം, ദയ ഒക്കെയും അവർ വല്ലാതെ കോരി വാരി നൽകുകയാണ്, അല്ലേ? അവർ നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോൾ അവരുടെ കാൽപാദങ്ങൾ, കാലടിപ്പാടുകൾ സാഗൂതം നമ്മൾ നോക്കി നിൽക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? അങ്ങനെ അവർ അകന്നകന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു നീറ്റൽ അനുഭവിക്കുന്നു. ആ മനുഷ്യൻ തീർത്ത സ്നേഹത്തിൻ്റെ, പരിഗണനയുടെ, അനുകമ്പയുടെ ഒരു നഷ്ടപ്പെടലിൻ്റെ വേദന നാം അനുഭവിക്കുന്നു. തീർച്ചയായും അത്തരം മനുഷ്യരായി തീരുക, അതാണ് നമ്മുടെ നിയോഗം. അത്തരം മനുഷ്യർക്കേ ഈ ഭൂമിയിൽ നാഗരികതകൾ കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ, സമാധാനത്തിൻ്റെ തെളിനീര് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ, ചുറ്റുവട്ടം സുഗന്ധം പരത്താൻ കഴിയുകയുള്ളൂ. അത്തരം സൗഭാഗ്യവാന്മാരിലാകാൻ നമുക്കും ആഗ്രഹമില്ലേ? ആകേണ്ടേ? താങ്ക് യു സോ മച്ച്.